മോനെ ഒരന്യ പെണ്ണിന്റെ ശരീരത്ത് തൊടുന്നതിനേക്കാളും നല്ലത് പന്നിയെ കെട്ടിപ്പിടിച്ച് കിടക്കലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ 7 വെള്ളത്തിൽ കഴുകിയാൽ അത് വൃത്തിയാകുമല്ലോ. പക്ഷേ അന്യ പെണ്ണിന്റെ ശരീരത്ത് തൊട്ട പാപം എവിടെ കൊണ്ട് കഴുകിക്കളയാരോ? അതുകൊണ്ട് ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, കുടുംബത്തിലാകുന്ന ചെറുപ്പക്കാരുടെ ബൈക്കിന്റെ പുറകിൽ കയറി അവന്റെ ശരീരത്തോട് തൊട്ടിരുമ്മിയിരുന്ന് യാത്ര ചെയ്യുന്ന പെണ്ണ്, പ്രായപൂർത്തിയായ പെൺമക്കള്, കുടുംബത്തിലാകുന്ന ബന്ധത്തിൽപ്പെട്ട ചെറുപ്പക്കാരുടെ ബൈക്കിന്റെ പുറകിൽ കയറ്റിവിടുന്നതിന്റെ പ്രിയപ്പെട്ട ഉമ്മ, വേണ്ടടാ ചെറുപ്പക്കാരോ, വേണ്ടടാ പൊന്നുമോന്. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു രാജ്യം ഭരിക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു പൊന്നുമോന്. ഉമർ തങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമാണ്. 5 നേരവും 1-ാമത്തെ സഫില് പള്ളിക്കകത്തിരിക്കുന്ന ചെറുപ്പക്കാരനാ. ഈ ചെറുപ്പക്കാരൻ ഒരു ദിവസം നമസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് നടന്നു വരുമ്പോ, ഒരു ദിവസം നമസ്കാരം കഴിഞ്ഞിട്ട് തന്റെ വീട്ടിലേക്ക് നടന്നു പോകുമ്പോ ഒരു സുന്ദരിയായ പെണ്ണ് ഓടി വരികയാ. അതാ യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ഒരു സുന്ദരിയായ പെണ്ണ് ഈ ചെറുപ്പക്കാരനെ കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നു, പൊന്നുമോനെ, എനിക്ക് നിന്നെ വല്ലാത്ത ആഗ്രഹമാടാ, എന്റെ ആഗ്രഹമൊന്ന് സാധിച്ചു തരുവോ? ഒരു ചെറുപ്പക്കാരനെ ശരീരത്തിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് ഒരു പെണ്ണ് കിടന്ന് യാചിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ചെറുപ്പക്കാരന്റെ കണ്ണ് നിറഞ്ഞൊഴുകുകയാ, കൈകാലുകൾ വിറയ്ക്കുകയാണ്. അവിടുന്ന് ചിന്തിച്ചു, അല്ലാഹ് ഖസറദ് ദുനിയാ വൽ ആഖിറോ, എന്റെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു പോയല്ലോ റബ്ബേ, ഞാൻ വ്യഭിചാരിയായി പോയല്ലോ, ഞാനൊരു പാപിയായി പോയല്ലോ, ഞാൻ നരകത്തിന്റെ അവകാശിയായി പോയല്ലോ. അങ്ങോട്ട് കയറി പിടിച്ചതല്ല, ഒരു പെണ്ണിങ്ങോട്ട് വന്ന് കയറി പിടിച്ചപ്പോ കരഞ്ഞുകൊണ്ട് ബോധം കെട്ട് താഴെ വീടുകയാ, കരഞ്ഞുകൊണ്ട് ബോധം കെട്ട് താഴെ